സോഷ്യൽ മീഡിയയിൽ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ചിലരുണ്ട്. അവരുടെ പ്രിയപ്പെട്ട സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്ന താരങ്ങളാണ് ഇവരെല്ലാവരും. അക്കൂട്ടത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു താരമാണ് ഉപ്പും മുളകിലെയും കേശു. കേശു അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് പലരും ട്രോളാറുണ്ടെങ്കിലും ഇപ്പോൾ കേശുവിൻ്റെ ഒരു ചിത്രം എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. കേശുവിൻ്റെ വിവാഹ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത്. കേശുവിന് പ്രായത്തിൽ കൂടുതലുള്ള പക്വതയാണ് എന്ന് പലരും കേശുവിനെ കളിയാക്കാറും കേശു അമ്മാവനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ ചെറുതിലെ തന്നെ തൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് കേശു. അങ്ങനെ അധികം ആരും അറിയാത്തൊരു ഫ്ലാഷ് ബാക്ക് കേശുവിനെ സംബന്ധിച്ചുള്ള. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനെ അമ്മാവനായിട്ട് കണ്ടിട്ടില്ല എന്ന് കേശുവിൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് തീർക്കാൻ പറ്റാത്ത കടങ്ങളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഞാൻ ഇവനെ വളർത്തുമെന്ന് പോലും മുട്ടി നിന്ന സമയത്ത് ഇവനാണ് സഹായിച്ചതെല്ലാം. എന്നാൽ ഇപ്പോൾ കേശുവിൻ്റെ കല്യാണ ചിത്രം പുറത്തു വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നത്. കേശു ഒന്നും പറയുന്നില്ല എന്നായിരുന്നു കനകത്തിൻ്റെ പരിഭവം. കേശു വിവാഹം കഴിച്ചു നിൽക്കുന്ന ചിത്രം കണ്ടാണ് എല്ലാവരും ഞെട്ടുന്നത്. എന്നാൽ ഇത് സീരിയലിൻ്റെ ഭാഗം മാത്രമാണ്. പാറമട വീട്ടിൽ ഒരു പുലിവാൽ കല്യാണം എന്ന ക്യാപ്ഷനോടെയാണ് പുതിയ പ്രമോ എത്തിയിട്ടുള്ളത്. അളിയ ബാലാമണിയുമായി കുടുംബത്തിൽ ജീവിക്കണമെന്നായിരുന്നു സുഹൃത്ത് കേശുവിനോട് പറഞ്ഞത്. ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കണമെന്നായിരുന്നു കേശുവിനൊപ്പമുള്ള പെൺകുട്ടിയും പറഞ്ഞത്. അവരുടെ കഴുത്തിൽ കാണുന്നത് തുളസിമാലയല്ലേ എന്നായിരുന്നു കേശുവിനെ കണ്ട ലച്ചുവിൻ്റെ ചോദ്യം. മൂന്നാം വരവിലെ 500-ാം അധ്യായത്തിലാണ് അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ അരങ്ങേറുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് പാറും കേശുവിനൊപ്പം വന്ന പെൺകുട്ടിയും ചോദിച്ചു. അതേ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി നൽകിയത്. ഇതോടെയാണ് ഇത് ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന സംഭവമാണെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. അൽസാബിദ് എന്നാണ് കേശുവിൻ്റെ പേര്. ആദ്യം ഇത് ഒറിജിനലാണെന്ന് കരുതിപ്പോയി കേശുവേ. നീ ഒരു അമ്മാവനായതുകൊണ്ട് തന്നെ നിന്നെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച് കളയും. ഇങ്ങനെ കളിയാക്കി എത്തുന്നവരോട് പോലും മൗനമാണ് കേശു പാലിച്ചു വിടുന്നത്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എൻ്റെ സ്വഭാവത്തിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. ഞാൻ അതിൽ നിന്ന് ഒരു മാറ്റവും കണ്ടെത്താനും പോകുന്നില്ല. പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും ഇതുതന്നെയാണ്. ആരാധകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു വാർത്തയായും ഇത് മാറുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് പുറമെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായിട്ടാണ് ഇത് മാറുന്നത്. കേശുവിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കേശുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കുറ്റം പറയാനും സാധിക്കില്ല. പക്ഷേ കേശു ഇത്തരത്തിൽ മറുപടിയുമായി എത്തുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളുമായി പറയുകയാണ്. ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റി തന്നെയാണ് കേശുവിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു താരങ്ങളുടെ ചിത്രങ്ങൾ വല്ലതുമായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകില്ലായിരുന്നു. കേശുവിന് ഇപ്പോഴും ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേശുവിനെക്കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർ ഇങ്ങനെ അന്വേഷിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.